എം ടിയുടെ ഒരു കഥാപാത്രമെങ്കിലും ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറും എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് കഥാപാത്രം ആണ് എന്നില്ല. ചിലപ്പോൾ അപ്പുണ്ണിയായിരിക്കും, ചിലപ്പോൾ ഗോവിന്ദൻകുട്ടിയായിരിക്കും, ചിലപ്പോൾ സുമിത്രയായിരിക്കും, സേതു ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം മനസ്സിലേക്ക് കയറുകയാണ്. പിന്നെ ഓരോ പ്രായം കഴിയുമ്പോഴും ആ കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ചയാണ് കാണുന്നത്. അവരുടെ വൈകാരിക തലത്തിൽ അവർ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കൗമാരപ്രായത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന കഥാപാത്രത്തെയായിരിക്കും, എം ടിയുടെ ഒരു കഥാപാത്രത്തെയായിരിക്കും ഇഷ്ടപ്പെടുക. പിന്നീട് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു വിഷാദ കഥാപാത്രത്തെയായിരിക്കും അവർ സ്വീകരിക്കുക. അങ്ങനെ ഓരോ പ്രായത്തിലും നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു എം ടി കഥാപാത്രമുണ്ട്. അതും പറയാറുണ്ട്, ഈ പുസ്തകത്തിലൂടെ വായിക്കുന്ന സമയത്ത് ആ കഥാപാത്രങ്ങൾ ആ വായനക്കാരനിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ എം ടി കഥാപാത്രങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് ഓരോ മലയാളിയും. അപ്പോൾ ഏത് മലയാളിയോട്, വായനയെ ഇഷ്ടപ്പെടുന്ന ഏത് മലയാളിയോട് ചോദിച്ചാലും എം ടിയുടെ ഒരു കഥാപാത്രത്തിന്റെ പേരെങ്കിലും കാണാതെ പറയാൻ അവർക്ക് സാധിക്കും. പിന്നെ സൈദ് ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാഹിത്യത്തിലെ പോലെ തന്നെ സിനിമയിലും എം ടിക്ക് തിളങ്ങാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് എഴുത്തുകാർക്ക് അധികം പറ്റുന്ന ഒരു കാര്യമല്ല. എഴുത്തിന്റെ വഴിയെ പോകുമ്പോൾ അതിൽ സിനിമയുടെ വഴി കൂടി എം ടി എത്തി നോക്കി എന്നല്ല, അതിൽ അദ്ദേഹം അഗ്രഗണ്യനായി മാറുകയായിരുന്നു. ഇപ്പോൾ തിരക്കഥാ രചനയിൽ അദ്ദേഹം 1-2 തിരക്കഥ എഴുതിയിട്ട് പിന്മാറുകയല്ല ഉണ്ടായത്. എണ്ണം പറഞ്ഞ തിരക്കഥകളാണ്. അത് മാത്രമല്ല, മലയാള സാഹിത്യത്തിൽ എം ടിയുടെ തിരക്കഥകൾ എന്നുള്ള ഒരു ശാഖ തന്നെ വന്നു എന്നുള്ളതാണ്. അതൊരു പഠന വിഷയമായി മാറുകയായിരുന്നു. തിരക്കഥ എങ്ങനെ രചിക്കാമെന്ന് മലയാളത്തിലെ മുൻനിര തിരക്കഥാകൃത്തുക്കൾ പോലും വായിച്ച് മനസ്സിലാക്കിയത് എം ടിയുടെ തിരക്കഥകളാണ്. അതുകൊണ്ടാണല്ലോ എം ടിയുടെ തിരക്കഥകൾക്ക് പല ലക്കങ്ങൾ ഉണ്ടായത്. അതിൽ തന്നെ ഓരോ തിരക്കഥകളിലും 3-4 തിരക്കഥകളാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് അതൊരു ക്ലാസ്സാണ്, ഒരു പഠന ക്ലാസ്സായി മാറുകയായിരുന്നു എം ടിയുടെ തിരക്കഥകൾ. അതുപോലെ തന്നെ ഒട്ടും നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല, അദ്ദേഹം സംവിധാന കലയിലേക്ക് കൂടി ഇറങ്ങുകയും അവിടെയും ഇങ്ങനെ തന്നെയാണ്, വെറുതെ വന്നു പോവുകയല്ല അദ്ദേഹം ചെയ്തത്. അതിലൊക്കെ ഒരു മാസ്റ്റർ പീസ് എങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം ഒരു അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നിർമാല്യം വന്നതും കടവ് വന്നതും ഒക്കെ ആ രീതിയിലാണ്. അപ്പോൾ എം ടി എന്ന് പറയുന്നത് വെറുമൊരു എഴുത്തുകാരനായിട്ട് ആർക്കും കണക്കാക്കാൻ പറ്റില്ല. അദ്ദേഹം സിനിമയിലും തിരക്കഥാകൃത്ത് എന്ന രീതിയിലും സംവിധായകൻ എന്ന നിലയിലും അതിനുമൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അല്ലേ. അദ്ദേഹം മാതൃഭൂമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച സമയത്ത് ഒട്ടേറെ എഴുത്തുകാരെ കണ്ടെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ ശോഭിച്ചു നിൽക്കുന്ന പല എഴുത്തുകാരും അവരെ കണ്ടെടുക്കുന്നതിൽ എം ടിയുടെ സംഭാവന അതിനിർണായകമാണ്. അദ്ദേഹമാണ് അവർക്ക് മാർക്കിട്ടത്. അവരുടെ ആദ്യ കഥകൾക്ക് മാർക്കിടുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും അവരുടെ കഥകളെ സമ്മാനാർഹമെന്ന് കണ്ടെത്തുകയും ചെയ്തത് മാതൃഭൂമി ആനുകാലികങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ എം ടി വാസുദേവൻ നായരായിരുന്നു. അപ്പോൾ അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ എന്ന രീതിയിൽ ഒരു പ്രതിഭാധനൻ അല്ലെങ്കിൽ സർഗാധനൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ട് അദ്ദേഹം വെറുമൊരു എഴുത്തുകാരനല്ല, അദ്ദേഹം ഒരു സകലകലാ വല്ലഭൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് മലയാള ഭാഷയിൽ അറിയപ്പെടുക. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിടവാണ് എങ്കിൽ കൂടിയും എം ടി അവശേഷിപ്പിച്ചു പോയ കഥാപാത്രങ്ങൾ ഒരു പാഠ്യവിഷയമാണ്. അത് ഇനിയും തലമുറകളായിട്ട് വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ കാലാധിപത്യം എന്നുള്ള പ്രയോഗം എം ടിയുടെ കൃതികളിലും എം ടിയുടെ കഥാപാത്രങ്ങളിലും ഏറ്റവും അനുയോജ്യമാണ്. കാരണം എം ടി ഇപ്പോൾ 4 കെട്ട് എഴുതിയത് 1940-കളിലെയും 50-കളിലെയും പശ്ചാത്തലമാണ്. അതുകൊണ്ട് ഇപ്പോൾ വായിക്കുന്ന ഒരാൾക്ക് അത് അവർക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത ഒരു പശ്ചാത്തലമായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. അതിൻ്റെ പ്രമേയം എടുക്കുമ്പോൾ അത് ഏത് കാലത്തും അല്ലേ, അതാണല്ലോ കാലാധിപത്യം എന്ന് പറയുന്നത്. ഏത് കാലത്തും നമുക്ക് അനുഭവഭേദ്യമാകുന്ന കാര്യമാണ് കാലാധിപത്യമാവുന്ന എന്ന് പറയുന്നത്. അത് എം ടിയുടെ ഓരോ വായനയിലും ഓരോ പുസ്തകങ്ങളുടെ വായനയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ കാലം എഴുതിയത് 1960-കളിലെ പ്രമേയം ആ പശ്ചാത്തലമാണ്. പക്ഷെ അത് ഇപ്പോഴും വായിക്കാം. ഇപ്പോഴും സേതുമാരും സുമിത്രമാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ വൈകാരികമായ തലങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരായി മാറുവാൻ സാധിക്കും, ആ കഥാപാത്രങ്ങളായി മാറുവാൻ സാധിക്കും. മഞ്ഞും അങ്ങനെ തന്നെയാണ് അല്ലേ, ആ രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമൂഴം എന്ന് പറയുന്നത് ഏത് തലമുറയ്ക്കും വായിച്ചാൽ, കാരണം അത് ഭീമന് മറ്റൊരു ഭാഷ്യം രചിക്കുകയായിരുന്നു എം ടി വാസുദേവൻ നായർ. കാരണം ആർക്കും അത് എത്തിപ്പെടാൻ പറ്റില്ല. ഒരിക്കലും ഒരാൾ ചിന്തിക്കില്ല ഭീമൻ ഇങ്ങനെ ഒരു കാമുക ഹൃദയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു മുന്നോട്ട് വന്ന് അദ്ദേഹം എപ്പോഴും പിന്നണിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ. പക്ഷേ ഭീമൻ എന്ന് പറയുന്ന അങ്ങനെ പിന്നണിയിൽ നിർത്തേണ്ട ഒരു കഥാപാത്രമല്ല മഹാഭാരതത്തിൽ. അദ്ദേഹത്തിന് ഒരു പുതിയ ഭാഷ്യമുണ്ട്. അത് എം ടി രചിക്കുകയായിരുന്നു. അതായത് അതുവരെയുള്ള കഥാപാത്ര സങ്കല്പങ്ങളെ മാറ്റിമറിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത് ഏറെ വിമർശിക്കപ്പെടും. അത് മാത്രമല്ല, അതൊരു ചെറിയൊരു കയ്യബദ്ധം പറ്റിയാൽ, അത് പാളിപ്പോയി കഴിഞ്ഞാൽ അത് പിന്നെ ആ എഴുത്തുകാരന്റെ ജീവിതത്തെ ആകെ എഴുത്തിന്റെ ജീവിതത്തെ തന്നെ ഇല്ലാതെ
ഇല്ലാതാക്കുന്നതാണ്. പക്ഷേ എം ടിക്ക് അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ട് അതിനെ മറികടക്കാൻ കഴിഞ്ഞു. വടക്കൻ വീരഗാഥ എഴുതുന്ന സമയത്ത് ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഒരു വടക്കൻ പാട്ടുകളിൽ നിന്ന് നമ്മൾ കണ്ട ചന്തു എന്ന് പറയുന്നത് ചതിയൻ ചന്തുവാണ്. അങ്ങനെ ഒരു ചന്തുവിനെ ചതിക്കപ്പെട്ട ചന്തുവാക്കി മാറ്റി എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അത് എം ടിക്ക് മാത്രം കഴിയുന്നതാണ്. കാരണം ഒരു കഥാപാത്ര സങ്കല്പത്തെ മാറ്റിമറിച്ച് ആ വായനക്കാരന്റെ മനസ്സിലേക്ക് കയറുക എന്നുള്ളത്, ആ സങ്കല്പം തന്നെ മാറ്റിക്കുറിക്കാൻ എം ടി വാസുദേവൻ നായർക്ക് കഴിഞ്ഞു. ഇപ്പോൾ മമ്മൂട്ടിയുടെ അനുസ്മരണ കുറിപ്പാണ് അത്. ഏറ്റവും അവസാനം അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ആ ഫോട്ടോ, അത് അന്ന് തന്നെ ശ്രദ്ധേയമായ ഒരു ഫോട്ടോയായിരുന്നു അല്ലേ? എം ടിയും മമ്മൂട്ടിയും തമ്മിലുള്ള ആ ഒരു ഇഴയെടുപ്പം, അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം അതൊരു സംവിധായകനും നടനും എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തും നടനും എന്ന രീതിയിലോ ഉള്ളതല്ല. അതൊരു വ്യക്തിപരമായിട്ട് കൂടി തന്നെ മമ്മൂട്ടിക്ക് അറിയാം തൻ്റെ കഥ തനിക്ക് ഇപ്പോൾ മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് പ്രത്യേക പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. പക്ഷേ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എം ടി അദ്ദേഹത്തിന് സമ്മാനിച്ച കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലുള്ള വ്യത്യസ്തതയും അത് അല്ലെങ്കിൽ തീക്ഷ്ണമായ സംഭാഷണങ്ങളും ഇതെല്ലാം മമ്മൂട്ടി എന്ന നടനെ പരുവപ്പെടുത്തിയതാണ് അല്ലേ? അത് കുറിപ്പിൽ തന്നെ അത് വ്യക്തമാണ്. ഈ എം ഡിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടി എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക, ഇങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ഇപ്പം മമ്മൂട്ടിയുടെ ഒരു വൈകാരികമായ ഇത് നമ്മൾ കണ്ടു. ഇനി ഹരിഹരൻ, ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഹരിഹരൻ്റെ ഒരു പ്രതികരണമാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ടെലിഫോണിൽ കിട്ടുകയോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ കഴിയുമോ കരുതുന്നു. കാരണം ഹരിഹരനും ഈ അടുത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചാണ്, അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും പൊന്നാടി അണിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് ഹരിഹരൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. കാരണം എം ടി എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയാം, ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് എം ടിക്ക് അറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതാണ് ആ എം ടിയുടെ ക്രാഫ്റ്റ് മനസ്സിലാക്കി ഞാനത് അഭവാളികളിലേക്ക് പകർത്തുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എം ടി ആ കഥാപാത്രത്തെ അതിന്റെ പൂർണ്ണതയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ എവിടെയാണ് ക്യാമറ വെക്കേണ്ടത് എന്ന് പോലും എം ടി ആ തിരക്കഥയിൽ കൃത്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ജോലി എന്ന് പറയുന്നത് അതിനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ചർച്ചകൾ നടക്കാറുണ്ട്. അത് ഇങ്ങനെയായാൽ എങ്ങനെ, കുഴപ്പമുണ്ടോ, ഇങ്ങനെയായാൽ ഈ തരത്തിൽ ക്യാമറ വെച്ചതുകൊണ്ട് കുഴപ്പമില്ലോ ഉണ്ടോ എം ടി എന്ന് ചോദിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് തൻ്റെ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യുവാനും, ഇപ്പോൾ എം ടി എന്ന് പറയുന്നത് പൊതുവെ ഗൗരവക്കാരനും ദേഷ്യക്കാരനുമാണ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ. എം ടി അങ്ങനെയാണ്, പൊതുവെ ചിരിക്കാത്ത മനുഷ്യനാണ്, അദ്ദേഹം പെട്ടെന്ന് മനസ്സ് തുറക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഹരിഹരന്റെ ആ വാക്കുകൾ വ്യക്തമാണ്. അദ്ദേഹത്തോട് നമുക്ക് എന്തും തുറന്നു പറയാം. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നതാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം തയ്യാറാകും. അതുകൊണ്ട് എന്താണ് 11 സിനിമകളാണ് ഹരിഹരൻ എം ടി ടീമിൽ നിന്ന് പിറവിയെടുത്തത്. അതിൽ ഹരിഹരൻ എന്ന സംവിധായകൻ കമേഴ്ഷ്യൽ സിനിമകൾ മാത്രം സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകനായിട്ടാണ് ആദ്യത്തെ ഒരു 6 വർഷം അടയാളപ്പെടുത്തിയത്. അതിനുശേഷം ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്നുള്ള ആ തിരക്കഥ കയ്യിൽ കിട്ടിയപ്പോഴാണ്, അത് ഹരിഹരൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഗുരുക്കന്മാർ നൽകിയ ഒരു സമ്മാനമായിരുന്നു അത്. ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച റിലീസായതിനു ശേഷം ഹരിഹരൻ എന്ന സംവിധായകൻ മലയാള സിനിമയിൽ തുടങ്ങിയത് മറ്റൊരു രീതിയിലേക്ക് മാറി. അത് കമേഴ്ഷ്യൽ മാത്രമല്ല, കലാമൂല്യമുള്ള സിനിമകളുടെയും സംവിധായകൻ എന്ന രീതിയിലേക്ക് ഹരിഹരൻ മാറിയത് എം ടിയുടെ ഈ സിനിമകളിലൂടെയാണ്. അങ്ങനെ പിന്നീട് അവർ തമ്മിൽ ഒരു 10 സിനിമകൾ കൂടി വന്നു. 11 സിനിമകളും മലയാള സിനിമാ ചരിത്രം എടുത്താൽ ഒരിക്കലും അത് ഒരു സിനിമയും അതിൽ നിന്ന് മാറ്റി കളയാൻ പറ്റുകയില്ല. ഒടുവിൽ വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയും പോലുള്ള സിനിമകളിൽ വന്ന് അവസാനിക്കുകയും ചെയ്യും. മന്ത്രി കെ രാജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ,